പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ യൗസേപ്പ് പിതാവിന് ഓർത്തഡോക്സിയില് എന്താണ് സ്ഥാനം? നമ്മൾ പലപ്പോഴും കത്തോലിക്ക ദൈവാലയങ്ങൾ ധാരാളം സെയിന്റ് ജോസഫിന്റെ ദൈവാലയങ്ങൾ കാണാൻ പറ്റും. പക്ഷെ ഓർത്തഡോക്സിൽ അത് വളരെ വിരളമാണ്. അതുപോലെ കത്തോലിക്ക സഭയിൽ നമുക്ക് കാണാൻ പറ്റും തിരുക്കുടുംബം എന്ന ഒരു ചിത്രീകരണം. അതുപോലെ ഈശോ മറിയം യൗസേപ്പ് എന്നുള്ള ഒരു പ്രയോഗം. ഇതൊന്നും ഓർത്തഡോക്സിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈശോ മറിയം ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഈശോ മറിയം ഔസേപ്പ് എന്നുള്ള ആ ഒരു സങ്കല്പം, തിരുക്കുടുംബ സങ്കല്പം, അത് ഓർത്തഡോക്സിയിലില്ല. തിരുക്കുടുംബ സങ്കല്പം. കാരണം തിരുക്കുടുംബ സങ്കല്പം നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന തിരുക്കുടുംബ സങ്കല്പത്തിന്റെ ഒരു അപകടമാണ്. കാരണം ദൈവമാതാവ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, ദൈവമാതാവ് എന്നുള്ള ആ വിശ്വാസം നമ്മുടെ സ്വകാര്യ അഭിമാനമാണ്. ലോകത്ത് മറ്റൊരു സഭയ്ക്കും ഇല്ലാത്ത യുണീക്ക് ഫെയ്ത്ത്, നിസ്തുല്യമായ വിശ്വാസമാണ്. ആ നിസ്തുല്യത ഉള്ളത് കൊണ്ടാണ് ദൈവമാതാവ് എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ആ നിസ്തുല്യതയെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരിക്കലും അമ്മയ്ക്കും കുഞ്ഞിനും ഒപ്പം നമ്മൾ യോസഫിനെ പോലും ചേർത്ത് വെക്കാത്തത്. കാരണം ആദ്യത്തെ വാഗ്ദത്തം, പ്രോട്ടോ എവങ്കേലിയോൻ എന്താണ്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സ്ത്രീയും അവളുടെ സന്തതിയുമാണ്. നമ്മൾ കുഞ്ഞിനെ വഹിച്ച അമ്മയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. ആ ഒപ്പം ഒരിക്കലും നമ്മൾ യോസഫിനെ കൊണ്ട് ചേർത്ത് വെക്കാറില്ല. എന്നാൽ യോസഫിനെ സഭ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ നിശ്ചയമായിട്ടുമുണ്ട്. ധാരാളം സമയങ്ങളിൽ ഇപ്പം ക്രിസ്തുമസ് കഴിഞ്ഞാൽ യോസഫിന്റെ പെരുന്നാള് ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വായനാഭാഗമുണ്ട്. അതുപോലെ യോസഫിനെ ആ തരത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സിയിലാണെങ്കിൽ ഹോളി തിയട്ടക്കോസ് എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ യോസഫിനെ വിശേഷിപ്പിക്കാൻ അവരുപയോഗിക്കുന്ന ഒരു ബെട്രോത്ഡ് എന്നാണ്. അതായത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവൻ, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവൻ എന്നുള്ള ഒരു ടൈറ്റില് അവര് കൊടുത്തിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച് കൃത്യമായ ദൈവശാസ്ത്ര ബോധ്യത്തിലാണ് ഓരോ ഉപദേശങ്ങളായാലും കർമ്മങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും ആചാരങ്ങളായാലും കൂദാശകളായാലും പ്രാർത്ഥനകളായാലും എല്ലാം നമ്മുടെ ദൈവശാസ്ത്രവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഈ പരിശുദ്ധ അമ്മയും ഉണ്ണിയേശുവുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ദൈവശാസ്ത്രത്തിലും നമ്മുടെ സുവിശേഷത്തിലും മനുഷ്യവർഗത്തിന്റെ രക്ഷയിലും അതിനാണ് പ്രാധാന്യം, അവർക്കാണ് പ്രാധാന്യം. അപ്പോൾ ഈ അമ്മയ്ക്കും കുഞ്ഞിനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ആ ദൈവശാസ്ത്രമുള്ളത്. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ അത് ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ്. അതിനകത്ത് ആരെയും അവഗണിക്കുന്നില്ല. ഇപ്പം യേശു കർത്താവിന്റെ ജനനത്തോടനുബന്ധിച്ച് കൊല്ലപ്പെട്ട പേരറിയാത്ത കുഞ്ഞുങ്ങളെ പോലും അനുസ്മരിക്കുന്ന ഒരു പെരുന്നാൾ സഭയ്ക്കുണ്ട്, ശിശുവധ പെരുന്നാൾ. ആ ശിശുക്കളെ പോലും പൈതൽ സഹോദരന്മാരാണ്, ആ ശിശു സഹോദരന്മാരാണ്. ആ ശിശു സഹോദരന്മാരുടെ പോലും സ്മരണയെ ആരും അനുസ്മരിക്കാത്തവരാണ്, പേരില്ലാത്തവരാണ്, അഡ്രസ് ഇല്ലാത്തവരാണ്, വ്യക്തിത്വമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളാണ്. പക്ഷെ അവരെ പോലും അനുസ്മരിക്കുകയാണ്. ആ ഒപ്പം പരിശുദ്ധ അമ്മയെയും ഉണ്ണിയേശുവിനെയും ഒക്കെ സംരക്ഷിച്ച യോസഫിനെയും, നീതിമാനായ യോസഫിനെയും സഭ അനുസ്മരിക്കുന്നുണ്ട്, അല്ലാതെ അവഗണിക്കുകയല്ല. പക്ഷെ അമിത പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ ചേർക്കേണ്ടാത്തടത്ത് ചേർത്ത് വെച്ച് ഒരു ദൈവശാസ്ത്ര അബദ്ധത്തിലേക്ക് സഭ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അഭിമാനകരമായ സംഗതി. കാരണം തിരുക്കുടുംബം എന്നുള്ള ഒരു സങ്കല്പം, ഇപ്പം അവര് സ്വാഭാവികമായ ഒരു കുടുംബജീവിതം നയിച്ചു എന്നുള്ളൊരു ചിത്രമാണ് കൊണ്ടുവരുന്നത്. അതാണ് പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്ന വിധത്തിലുള്ള കമന്റുകളിലേക്കൊക്കെ പെന്തക്കോസ്ത് വിഭാഗക്കാരെ നയിച്ചിട്ടുള്ളത്. നമ്മൾ ആ ചിത്രം നോക്കുക. യോസഫ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട
ആ ബാലിക ഗർഭിണിയായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ദൂത് കേൾക്കുകയാണ്. എന്താണ് യോസഫിന് ദൈവത്തിൽ നിന്നുണ്ടാകുന്ന അരുളപ്പാട്? നീ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്താൽ സംഭവിച്ചിരിക്കും. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന ഒരു യുവതിയെ യോസഫിനെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരു സ്നേഹിതനോടെന്ന പോലെ അഭിമുഖമായി സംസാരിച്ചു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. ഇറ്റ്സ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. അപ്പം നീതിമാനായ യോസഫ് എലിവേറ്റഡ് ടു ദാറ്റ് പൊസിഷൻ. ഹി ബിക്കേം എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഗോഡ് എൻട്രസ്റ്റഡ് ഹിം വിത്ത് ഹോളി തിയോട്ടോക്കോസ്. അപ്പൊ ഈ പരിശുദ്ധ ദൈവമാതാവിനെ ഈ ഗർഭവതിയായിരിക്കുന്ന യുവതിയെയാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഗർഭിണിയായിരിക്കുന്ന ഒരു യുവതിയെ ടേക്ക് കെയർ ചെയ്യുവാൻ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ വിശ്വസ്തത എവിടെയാണ് കാണിക്കേണ്ടത്? ആ സ്ത്രീയെ പരിചരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഉള്ള വിശ്വസ്തതയാണ് ഈ ഏൽപ്പിക്കുന്നയാൾ ഡിമാൻഡ് ചെയ്യുന്നത്. വലിയൊരു ഉത്തരവാദിത്വം. അത് ചെറിയ ഉത്തരവാദിത്തമല്ല, വലിയ ഉത്തരവാദിത്വം. ആ വലിയ ഉത്തരവാദിത്വം യോസഫ് ഏറ്റെടുത്തു. യോസഫ് ഏതാണ്? കെയർ ടേക്കറാണ്. പക്ഷെ ഇത് ദൈവികമായ ദൗത്യമാണ്. ദൈവികമായ ദൗത്യം ത്യാഗത്തിന്റെ വലിയ തലങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ആ ത്യാഗത്തിന് തയ്യാറായിട്ടാണ് യോസഫ് ഈ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നത്. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.